തൃശ്ശൂർ മുണ്ടത്തിക്കോട് പൂരത്തിൻ്റെ ഒരുക്കത്തിൻ്റെ പടക്കപ്പുരയിൽ സ്ഫോടനം. 4 മൃതദേഹം വെളിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. 3:30-ക്ക് സ്ഫോടനം തുടങ്ങിയതാണ്. രക്ഷാപ്രവർത്തനം അങ്ങോട്ട് അടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. 40 പേർക്ക് ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുവന്നിട്ടുണ്ട്. ചോറ് പാഴ്സൽ അവിടെ ആ വെടിപ്പുരയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പടക്കപ്പുരയിലെ കരിമരുന്നിൻ്റെ പല രീതിയിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതെല്ലാം ഒരുക്കുന്ന സ്ഥലമാണ് മുണ്ടത്തിക്കോട്. വയലിനടുത്ത് വിജനമായ സ്ഥലത്താണ് ഇവ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു സ്ഫോടനം ഉണ്ടായി. 5 പടക്കപ്പുരയായിട്ടാണ് കെട്ടിക്കൊണ്ടിരുന്നത്. 5 സ്ഫോടനം ഉണ്ടായി. ഒന്നാമത് നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് ആ സമയത്ത് റിസ്ക് കൂടുതലാണ്. നിരവധി തൊഴിലാളികൾക്ക് പരിക്കുണ്ട്. 3 മൃതദേഹങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. 5 പേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ 5 പേര് നില ഗുരുതരം തന്നെയാണ്. 3 പേര് ദേഹം മുഴുവൻ പൊള്ളി, മറ്റുള്ളവർ 2 പേരുടെ കാര്യവും ഗുരുതരാവസ്ഥ തന്നെയാണ്, അപകടം തന്നെയാണ്. ഏതായാലും മരണസംഖ്യ കൂടും എന്ന് മനസ്സിലാകുന്നു. സൾഫറിൻ്റെ ശേഖരം ധാരാളം അവിടെയുണ്ട്. അതുകൊണ്ട് പല സ്ഥലങ്ങളിലാണ് ആ പൊട്ടിത്തെറി നടക്കുന്നത്. ദുരന്ത മുഖത്തേക്ക് ഫയർഫോഴ്സിനും പോലീസിനും അടുക്കാൻ കഴിയുന്നില്ല. 40 പേര് ഉള്ളിലുണ്ട്. 6-7 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 5 പേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു തമിഴ്നാട്ടിലെ സ്ഫോടനം. പ്രത്യേകിച്ച് ഈ വെയിൽ കത്തി നിൽക്കുന്ന സന്ദർഭമാണ്. അപകടം എപ്പം വേണേലുണ്ടാവും. അത് ചൂടുകൊണ്ട് തന്നെ ആ വെടിപ്പുരയിലെ പടക്കമുറിയിൽ അവ സ്വാഭാവികമായിട്ടും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഈ വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്നതെങ്കിലും അത് നിർമ്മിക്കുന്ന ആൾക്കാരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എങ്ങനെയാണ് ഇതുപോലുള്ള സന്ദർഭത്തിൽ ഈ പടക്ക നിർമ്മാണം നടത്തേണ്ടതെന്ന് യഥേഷ്ടം ഫയർഫോഴ്സിലെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അവർക്ക് മാർഗനിർദ്ദേശം കൊണ്ടും ഇത് മനുഷ്യജീവന് അപകടത്തിലാകുന്നത് നമ്മൾ കണ്ടു. ആൾക്കാരുടെ ചിഹ്നച്ചിതറിയ മൃതദേഹങ്ങൾ കാണപ്പെടുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും.